പേടിപ്പിക്കാൻ നീ എന്നെ ഭാര്യയാണോടാ? ഭാര്യമാരാണെങ്കിൽ ചീത്ത വിളിച്ചിട്ടല്ലേ പേടിപ്പിക്കുള്ളൂ. ഞാൻ കൊക്കരോക്കെ ഒന്നല്ലേ ആക്കിയത്. ആശാനെ, നമ്മളെ കള്ള് ഷാപ്പിൽ കറി വെക്കാനുള്ള കാട്ടുകോഴി. പതുക്കെ പറഞ്ഞാലും ഉച്ചത്തിൽ പറഞ്ഞാലും കാട്ടുകോഴി കാട്ടുകോഴി തന്നെ. എടാ, ഞാനിവിടെ രഹസ്യമായിട്ട് കാട്ടുകോഴിയുടെ കറി വെക്കുന്നത് നാട്ടിൽ ചെറിയ സംസാരമൊക്കെ ഉണ്ട്. ഇനി നീ വിളിച്ചു പറഞ്ഞ പോലീസുകാരോട് അറിയിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് എല്ലാം കൂടെ എടുത്ത് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. പിന്നെ ഈ കാട്ടിനകത്തല്ലേ പോലീസ് ഒന്ന് കയറാൻ പോണത്. അയ്യേ, പോലീസ് ഒന്നും വരെയൊന്നുമില്ല. ഹായ് ക്ലാര. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, കാട്ടുകോഴി. 3 കോഴി ഉണ്ടല്ലോ. 3 കോഴിയല്ല, 2 കോഴി. ഞാൻ തന്നെ കൂടി കൂട്ടിയാ പറഞ്ഞ 3 കോഴിന്ന്. ഞാൻ കോഴിയല്ല, റോയി. 2 കണക്ക് തന്നെയാ. പിന്നെ ഇതൊക്കെ എങ്ങനെ പിടിക്കണ്? ഇത് നമ്മൾ ഗോതമ്പിട്ട് പിടിക്കും. പൊതുമ്പിട്ട് പിടിച്ചാ കോഴിനെ കിട്ടോ? പൊതുമ്പല്ല, ഗോതമ്പിട്ടാണ് കാട്ടുകോഴി പിടിക്കുന്നത്. ഇതൊന്ന് പിടിക്കോ, ഇങ്ങനെ പിടിക്കും. ഗോതമ്പിട്ട് എങ്ങനെയാണ് കാട്ടുകോഴി പിടിക്കണെന്ന് അറിയാമോ? ഇല്ല, ഞാൻ പറഞ്ഞുതരാം. കാട്ടുകോഴി. തന്റെ പെണ്ണുമ്പുള്ളാണോ കാട്ടുകോഴി? ഞാനാ കാട്ടുകോഴി. അതല്ല, പിന്നെ ഉദാഹരണത്തിന് കാട്ടുകോഴി. ഞാൻ കാട്ടുകോഴിയെ പിടിക്കാൻ വരുന്നാൽ ഗോതമ്പിട്ട് പോകുമ്പോ കൊത്തി കൊത്തി വരണം. ഞാൻ കൊത്തണം. ഗോതമ്പിടുന്നു, കൊത്തി, ഗോതമ്പിടുന്നു, കൊത്തി, ഗോതമ്പിടുന്നു, കൊത്തി, ഗോതമ്പിട്ട്, കൊത്തി, കൊത്തി, കൊത്തി. അല്ല, ഇണക്കി എടുക്കണ്ടേ? നല്ലേ നമുക്ക് കാട്ടുകോഴിയെ കിട്ടും. അവളെ കൊണ്ട് ഒരുപാട് കൊത്തിക്കരുത്. അവള് കൊത്തി കൊത്തി മുറത്തിക്കയറി കൊത്തുന്നോളാ. എന്നാ ഞാൻ ഗോതമ്പിട്ടു, കൊത്ത്, കൊത്തി. പിടിച്ചേ. കാട്ടുകോഴി പറന്നു പോകും. നീ ഇതിന്റെ പപ്പും മൂടൊക്കെ പറിച്ച് കറി വെക്കും. നിന്റെ കൊഞ്ചിന് പഴയ പഞ്ചൊന്നും പോരാ കേട്ടാ. എന്നാ പറ്റിക്കട്ടെ. നീ എനിക്കിട്ട് ഒരുപാട് പറ്റിക്കണ്ട. 5 കിലോ കൊഞ്ച് മേടിച്ചു കഴിഞ്ഞാൽ 5 കിലോ ചട്ടിക്കകത്ത് കാണണം. അണ്ണാ, കൊഞ്ചല്ലേ അണ്ണാ, പറ്റിച്ചു കഴിഞ്ഞാൽ ചെറുതായി പോവൂലേ? ഈ കൊഞ്ച് എങ്ങോട്ടൊക്കെ പോകണമെന്ന് എനിക്കറിയാം. ഉപ്പ് നോക്കണ്ടേ അണ്ണാ? ഉപ്പ് നോക്കി ചട്ടിക്കകത്ത് 2 ഉള്ളി മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ നോക്കിക്കളാൻ. രാവിലത്തെ കണി കൊള്ളാം. എന്താടാ? ഒരു പോലീസുകാരൻ വരുന്നുണ്ട്, കൈനീട്ട സൂപ്പർ ആവും. പോലീസും വക്കീലും ഡോക്ടറും. പോലീസാ? അയ്യോ, കാട്ടുകോഴിയെ കറി വെക്കുന്നതിന് പിടിക്കാൻ വേണ്ടി വന്നതാടാ. അയ്യോ, ഓടിക്കോ. അയ്യാ, എടാ, ഞാൻ ഷാപ്പിന്റെ അവിടെ എത്തിയടാ. എടാ, 2 കുപ്പി അടിച്ചിട്ട് ഞാനങ്ങ് വരാന്ന്. ഇവിടെ ഘോഷയാത്ര കഴിയാൻ നമ്മുടെ നാടൻ നടക്കത്തില്ലല്ലോ. എടാ, നീ പേടിക്കല്ലേ, നീ ടെൻഷൻ അടിപ്പിക്കല്ലേ. എടാ, ഞാൻ ഫുൾ യൂണിഫോമിലല്ലടാ, കോസ്റ്റ്യൂം ഇട്ടേക്കാണ്. 3ാമത്തെ ബെല്ലടിക്കുമ്പോൾ ഞാൻ വന്നാൽ കയറും. അറിയാലോ, പണ്ട് നമ്മുടെ രാജൻ പിതാവ് കാട്ടുകുതിരയെ കലക്കി പോലെ നമ്മുടെ കാട്ടുകോഴിയെ ഞാൻ ഒരു തകർക്കും. അറിയാലോ, 2 കീച്ചി കഴിഞ്ഞാൽ ഞാൻ പറക്കും. എടാ, ഒരു മിനിറ്റ്. എടാ, ഞാൻ പേഴ്സ് എടുത്തില്ല. എടാ, ഒരു 100 രൂപ എനിക്ക് കിട്ടുന്നടാ. ഗൂഗിൾ പേ ചെയ്താൽ മതി. ഹലോ. ഇതാ കുഴപ്പം. പൈസ ചോദിച്ചാൽ അപ്പോഴേ ഞാൻ കട്ട് ചെയ്യും. ആദ്യം കള്ളു കുടിക്കാം, അത് കഴിഞ്ഞല്ലേ പൈസ. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ഒരാളേ ഉള്ളൂ. ആ ഒരാളാണ് ദാ നിൽക്കുന്നത്. അതെ, ഇവിടെ കടത്തിന് കള്ളു കൊടുക്കും. കടത്തി കൊടുക്കാം. അല്ല, എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ വിക്രമൻ 8 വട്ടം. ഞാൻ റോയി 1 വട്ടം. ഞാൻ റപ്പായി 1 വട്ടമില്ല. അല്ല, ഞാൻ ഉള്ള കാര്യം ഞാനങ്ങ് പറയാം. ഞാനിവിടെ കാട്ടുകോഴി. അയ്യോ സാറേ, സത്യമായിട്ട് കാട്ടുകോഴി കറി വെക്കുന്നത് ആദ്യമായിട്ടാണ് സാറ്. ഞങ്ങളെ ഷാപ്പ് പൂട്ടിച്ച് അറസ്റ്റ് ചെയ്തോട്ട് പോകാൻ ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ കാട്ടുകോഴിയെ കറി വെക്കും, എനിക്ക് കടം തരത്തില്ലല്ലോ. അപ്പൊ ഇത്രയും ദൂരം ഈ തൊപ്പിയും യൂണിഫോമും ഇട്ടോണ്ട് വന്ന യഥാർത്ഥ SIക്ക് നീ കടം തരത്തില്ല. തരത്തില്ലെന്ന് ആര് പറഞ്ഞു? സാറ് വേണമെങ്കിൽ ആ കന്നാസിനകത്ത് ഇറങ്ങി കുടിച്ചോ. കന്നാസിനകത്ത് ഞാൻ ഇറങ്ങി കുടിക്കാൻ വേണ്ടി ഞാൻ അതിനകത്തിരിക്കുന്ന ചെള്ളല്ല, മനസ്സിലായോ? അങ്ങോട്ട് കുടി സാറേ, നല്ല അന്തിക്കള്ള. വേണ്ട, ഡ്യൂട്ടി സമയത്ത് ഞാൻ കുടിക്കില്ല. അത് മാത്രമല്ല, യൂണിഫോം ഇട്ടേക്കാണ്. സാറിന് വേണ്ട. ഞാൻ യൂണിഫോം ഊരിയിട്ട് കുടിക്കും. യൂണിഫോം ഊരിയിട്ട് കുടിക്കും. അവിടെ കൊണ്ട് വെച്ചേ. പിന്നെ ഈ തൊപ്പി ഊരിയിട്ടും SIയുടെ വിവരം പോയിട്ടില്ലല്ലോ. തൊപ്പിയില്ലെങ്കിൽ സാർ സൂപ്പർ പോലീസാ. മുഖത്ത് എഴുതി വെച്ചേക്കണ SI ഒന്ന്. അതാണ്. സാറ് ഏത് സ്റ്റേഷനിലാണാവോ? ഞാൻ കുന്നുകുരി അല്ല, കുന്നിക്കോടി സ്റ്റേഷനിലായിരുന്നു. അവിടെ ഏതോരായിരുന്നു ഷാപ്പിനടുത്ത് കടം തരാത്തുള്ള നട്ടലിടിച്ച് പഠിപ്പിച്ചു. അങ്ങനെ ഇവിടുന്ന് സ്ഥലം മാറ്റി ഇങ്ങോട്ട് വട്ടതാ. സാറേ, ഒരു കാര്യം ചോദിക്കുമ്പോ വേറെ തോന്നരുത്. ഈ വിക്രമന് 8 വട്ടം എന്ന് പറഞ്ഞ എന്തുവാ? അത് വലിയൊരു കഥയാണ്. സെന്ററിൽ നിന്ന് പറയണം നല്ല പഞ്ച് ഡയലോഗ്, എന്നാലേ മൈക്ക് കാച്ചുള്ളൂ. അല്ല, എല്ലാരും കേക്കട്ടെ. അനീതി കണ്ടാൽ ഈ വിക്രമൻ 8 വട്ടം ഇടപെടും. ഈ വിക്രമൻ 8 വട്ടം ഒരുത്തനെ കുരിച്ചിരുത്തി ഇടിച്ചാൽ അവൻ 8 വട്ടം കറങ്ങിട്ട് നേരെ നിൽക്കൂ. അതാണ് ഈ 8 വട്ടം വിക്രമൻ. അതെന്താന്നറിയോ? ഈ പോലീസുകാരുടെ പരിപാടിക്കകത്ത് മൊത്തം ഞാനാണ് അഭിനയിക്കുന്നത്. മെയിൻ സെൻട്രൽ ക്യാരക്ടറൊക്കെ ഞാനാണ്. എന്നെ കൊണ്ടേ നാടകം അഭിനയിക്കാൻ പറ്റുള്ളൂ. നാടകം സൂപ്പർ ആയിരുന്നു.
നീ കൂടുതൽ സൂചിപ്പിക്കണ്ട. കാട്ടുകോഴിയെ കറി വെച്ചാലേ നിന്നെ ഞാൻ അകത്താക്കും, ഉറപ്പാ. സാറേ സത്യം പറഞ്ഞ കാട്ടുകോഴിയെ കൊണ്ടുവന്നാരാണെന്ന് അറിയാമോ? തോണ്ടല്ല അവനാണ്. നീ കാട്ടുകോഴിയെ നീ കാട്ടിൽ പിടിച്ചോണ്ട് വരണം. ഇവനെ കണ്ടിട്ടുണ്ട് കള്ള ലക്ഷണം. നീ വെള്ളം അടിച്ചിട്ട് നീ നിന്റെ ഭാര്യ മർത്തിക്കോളാം. ഇല്ല സാർ, അങ്ങനെ ഒരു പേരുദോഷം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇല്ല. ഞാൻ വെള്ളം അടിക്കാൻ പോകുന്നതിന് മുമ്പ് 2 എണ്ണം കൊടുത്തിട്ട് പോകും. പക്ഷെ എന്റെ ഭാര്യ ഉണ്ടല്ലോ, എത്ര താമസിച്ചാലും ഞാൻ വീട്ടിൽ പോയിട്ട് അവൾ ഉറങ്ങാറുള്ളൂ, കാത്തിരിക്കും. ഓ, അത് ഭയങ്കര സ്നേഹം തന്നെ കേട്ടോ നിന്റെ ഭാര്യ. അയ്യോ, സ്നേഹം കൊണ്ടല്ല, അവക്ക് എന്നെ തിരിച്ചടിച്ചാലേ ഉറക്കം വരുള്ളൂ. എന്റെ ഭാര്യയുടെ അതേ സ്വഭാവം. വെപ്പമൂക്കാന്ന്. നിങ്ങളെ കുറിച്ച് ഇവിടെ ഒരു പരാതി കിട്ടിട്ടുണ്ടല്ലോ. ചെവിക്കാത്തല്ല, ഈ നാട്ടിൽ നിന്ന് ഒരു പരാതി കിട്ടിട്ടുണ്ട്. എന്താ പരാതി? ഇത് മൊത്തം മായക്കള്ളാന്ന്. മായക്കള്ള? എന്റെ പൊന്നു സാറേ, ഇത് അസൂയക്കാര് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. സത്യം പറഞ്ഞ ഞാൻ ഉണ്ടാക്കുന്ന കള്ളെന്ന് വെച്ചാൽ 916 പരിശുദ്ധിയുള്ളതാണ്. അപ്പൊ 2 കേസ്. എന്ത് കേസ്? കള്ളിന്റെ കൂടെ സ്വർണ്ണക്കടത്ത്. 2 കേസ്. അതല്ലെന്ന്, ഈ കള്ള് നല്ല 1ാം തരം പഷ്ട് കള്ളാണെന്നാണ് ഉദ്ദേശിച്ചത്. സാറൊന്ന് കുടിച്ചു നോക്ക്. അന്തിക്കള്ളാണ്, അന്തിക്കള്ള്. അന്തിക്കള്ളാണാ? ഓ, അന്തിക്കള്ള്. കള്ളേ കള്ളേ അന്തിക്കള്ളേ, കിക്കിത്തിരി കരളിൽ തായോ, കറി വെക്കും ക്ലാരപ്പെണ്ണേ, ടച്ചിസ് നൽകൂ. ഞണ്ടേ ഞണ്ടേ ഷാപ്പിലെ ഞണ്ടേ, പലവട്ടം കൂട്ടിയതല്ലേ, എരിവെല്ലാം മധുര കള്ളാൽ മാറിപ്പോയി. കരിമീനിൻ കറിയുണ്ടോ, നെയ്ച്ചാള ഫ്രൈ ഉണ്ടോ, ഒരു മുട്ടയും വാട്ടിയെടുക്കാമോ? കരിമീൻ കറി തൂവിപ്പോയി, നെയ്ച്ചാളകൾ മണ്ണിൽ പോയി, മൺചട്ടിയിൽ ഇന്നിൻ സ്പെഷ്യൽ കോഴി. കോഴി 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 കോഴി. അതെ 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 അതെ, ഇത് കാട്ടുകോഴിയൊന്നും അല്ലല്ലേ? അല്ലല്ല, ഇത് നല്ല നാടൻ കോഴിയാ സാറേ. അത് താറാവിന്റെ കാര്യം പറയട്ടെ സാറേ. താറാവിറച്ചി എടുക്കട്ടെ? താറാവ് വേണ്ട, താറാവ് വേണ്ട. പക്ഷിപ്പനി എങ്കിൽ പക്ഷിപ്പനി. അയ്യോ സാറേ, പക്ഷിപ്പനി ഒന്നും പേടിക്കണ്ട. ഞാൻ നല്ല പാരസെറ്റമോൾ ഇട്ടിട്ടേ വറുത്തരച്ച് വെച്ച കറിയാണ്. പാരസെറ്റമോളോ? മെഡിസിൻ മിസ്യൂസ്. IPC 375 ബെക്കാടി വൈറ്റ് ഓംബ്രേറ്റ് ബുൾസൈ എല്ലാത്തിനും ഞാൻ അകത്താക്കും. ഇത് മൊത്തം സാർ തിന്നു. എല്ലാത്തിനും ഞാൻ അകത്താക്കുന്നു. കാട്ടുകോഴിയെ പിടിച്ചോണ്ട് വകയിൽ നിന്നെയും, അത് മേടിച്ച വകയിൽ നിന്നെയും, അത് പാരാസെറ്റമോൾ കറി വെച്ച വകയിൽ നിന്നെയും ഞാൻ അകത്താക്കും. പക്ഷെ ഇവിടുത്തെ അന്തിക്കള്ളെന്ന് പറഞ്ഞാൽ കീച്ചൻ കള്ള. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. സമ്മതിന്നോ? അപ്പൊ അല്ല, സ്റ്റേഷനിൽ നിന്ന് സുമതി കോൺസ്റ്റബിൾ. എന്താ പ്രശ്നം? ഹലോ, കോട്ടയത്തിൽ വന്ന് കയറിയോ? ടെൻഷൻ അടിപ്പിക്കല്ലെന്ന്. ഇവിടെ 3ാമത്തെ ബെല്ലിന് ഞാൻ വന്ന് കയറുമെന്നു. ഓക്കെ 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 ഓക്കെ. ആ, 3ാമത്തെ ബെല്ലിന്. 3ാമത്തെ ബെല്ല? അല്ല, 3ാമത്തെ സെല്ല്. 3ാമത്തെ സെല്ലാണ് പിടികെട്ടാ പുള്ളി കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അത് കുഴപ്പമില്ല. നീ ആരുടെ കൂടെ മദ്യപിക്കുന്ന അറിയാം നിനക്ക്? കള്ളുകുടിയിൽ അങ്ങനെ വലിപ്പച്ചെറുപ്പമില്ല, ജാതിയോ മതമോ വ്യത്യാസമോ ഇല്ല. ഈ കള്ള് ഷാപ്പിൽ കള്ളുകുടിയൻ ഒറ്റ പേരുള്ളൂ, കള്ളുകുടിയൻ. കള്ളുകുടിയനാണ്. വൃത്തികെട്ടവനാ, നിന്നെ ഞാൻ അകത്താക്കും. ഞാൻ എന്റെ അകത്താക്കോ? ഇട്ടാവട്ടം. ഇട്ടാവട്ടമല്ല, 8 വീട്ടു. എത്ര വട്ടമായാലും താനെ ഇവിടെ കിടന്ന് കള്ളും കുടിച്ച കറിവെപ്പുകാരിയായിട്ട് പാട്ടും പാടി സൂചിച്ചില്ലേ? അത് ഞാൻ മൊബൈലിൽ ഇങ്ങനെ എത്തി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് സെൻഡ് ചെയ്ത് തരണേ. അതൊക്കെ സെൻഡ് ചെയ്ത് തരും. എന്നിട്ട് ഞാൻ നാട്ടുകാരെ മൊത്തം കാണിച്ച് തന്റെ തൊപ്പിയിൽ ഞാൻ തെറിപ്പിക്കും. എല്ലാത്തിനും ഞാൻ ചുട്ടുപോലും. കത്തിച്ചോളാം ഞാൻ. കത്തിക്കുന്നു പറഞ്ഞാൽ കത്തിക്കും ഞാൻ. നീ എന്നെ അക്രമാണ് ഇവിടെ കിടന്ന് കാണിക്കണത്. അജി സത്യമായിട്ട് സാറേ, ഞാനല്ല സാറേ, അവരാണ് സാറേ കാട്ടുകോഴിയെ കൊണ്ടുവന്നത്. ഞാൻ കാട്ടുകോഴി ഇയാൾക്ക് വിറ്റ്. സാറേ, എന്നിൽ കാട്ടുകോഴി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ അവക്ക് കൊടുത്ത്. ഇപ്പൊ കാട്ടുകോഴി അവളെയാണ് സാറേ. എന്റെ കയ്യിലില്ല സാറേ, സത്യമായിട്ട് എന്റെ കയ്യിലില്ല. അയ്യോ, അപ്പൊ എന്റെ കാട്ടുകോഴി നാടകം നീ ഇവർക്ക് വിറ്റല്ലേ? 1 വർഷം 2 സമിതി ഒരു നാടകം കളിക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. നാടകോ? ആ, എന്റെ നാടകത്തിലെ മെയിൻ നടനല്ലേ നിൽക്കണത്. നാടകം നടന്നോ? അപ്പൊ എസ് അല്ലേ? അല്ലല്ലോ. അപ്പൊ വിക്രമൻ 8 വട്ടം. ഇവന് ഞാൻ ഒരു ഡയലോഗ് കൊടുത്തു കഴിഞ്ഞാൽ 8 വട്ടം തെറ്റിക്കും. അതുകൊണ്ട് ഞാനിട്ട പേരാണ് വിക്രമൻ 8 വട്ടം. എടാ വിക്രമ,
നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കള്ള് കുടിച്ചിട്ട് തട്ട കയറരുതെന്ന്. ഇവനെ ഒരു സംഭവം ഉണ്ട്, എന്താണ്? രണ്ടെണ്ണം അടിക്കാൻ തട്ട കയറിയല്ല. അതെന്താന്നറിയേ, കർട്ടൻ പോക്കുമ്പോ ആൾക്കാരെ കാണുമ്പോ എനിക്ക് മാനസിക വിഭ്രാന്തി, വയറുവേദന എടുക്കും, അതുകൊണ്ടാ ധൈര്യക്കുറവ്. കർട്ടൻ പൊക്കാൻ സമയം വാ. ഒന്ന് നിക്കണേ. അതായത് എന്റെ അഖില ലോക നാടകക്കാരെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. നിങ്ങൾക്ക് മാനക്കേടുണ്ടാക്കിയ ഈ മാന്യദേഹത്തിന് ഞാൻ ഒരു ഉപഹാരം കൊടുക്കാൻ പോവുകയാണ്. പൊന്നാടയായിരിക്കും, പൊന്നാട തന്നോളൂ. ആശാനെ, ഇത് പൊന്നാട തന്നല്ല, അടിച്ചിട്ട് കണ്ണി കൂടെ പൊന്നിച്ച പറത്തിയതാ. അനക്ക് അങ്ങനെ തന്നെ വേണം.